ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫോമാറ്റിക്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാഹനമാണ്, ഗ്രാൻഡ് വിറ്റാര. ഈ വണ്ടി അധികമാരും റിവ്യൂ ചെയ്തിട്ടില്ല, കാരണം ഇത് ഓൾ വീൽ ഡ്രൈവ് വണ്ടിയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഗ്രാൻഡ് വിറ്റാര 5th ജനറേഷനാണ്, ഇല്ലെങ്കിൽ 4th ജനറേഷന്റെ എക്സ്റ്റൻഷനാണ്. 1988 സുസുക്കി വിറ്റാരയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ പാർട്ട് ടൈം 4 വീൽ ഡ്രൈവും 1.6 പെട്രോൾ എഞ്ചിനുമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. 91 വീൽ ബേസ് കൂട്ടി 5 ഡോറോട് കൂടിയുള്ള മോഡലും വന്നു. 95 ഒരു മസ്കുലർ ലുക്കോട് കൂടി 2 ലിറ്റർ V6 പെട്രോൾ എഞ്ചിനും 2 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനോട് കൂടി വിറ്റാരയെ കൊണ്ടുവന്നത്. 97 2.5 ലിറ്റർ V6 എഞ്ചിനോട് കൂടി ഒരു മോഡൽ ഇറക്കുകയുണ്ടായി. 1998 സുസുക്കി ഗ്രാൻഡ് വിറ്റാര എന്ന പേരിടുന്നത്. നേരത്തെ പറഞ്ഞ 2.5 ലിറ്റർ V6 എഞ്ചിന് ഡിസൈനിങ്ങിൽ നല്ല മാറ്റം വരുത്തിയൊരു മോഡലായിരുന്നു. ഈ വാഹനം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ സഫാരി ഡൈക്കോർ ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടതായിട്ട് നമുക്ക് മനസ്സിലാവും. SUV എന്നൊരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് സുസുക്കി അവതരിപ്പിച്ചത് 5 സീറ്റർ ആയിരുന്നെങ്കിൽ 2001 ആയപ്പോഴേക്കും ഒരു ലെങ്തി ബോഡിയോട് കൂടി XL7 എന്നൊരു 7 സീറ്റർ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിലുപയോഗിച്ചിരുന്നത് 2.7 ലിറ്റർ V6 എഞ്ചിനായിരുന്നു. അടിമുടി മാറ്റം വരുത്തിക്കൊണ്ടാണ് 2005 സുസുക്കി ഗ്രാൻഡ് വിറ്റാര 3rd ജനറേഷൻ പുറത്തിറക്കിയത്. ലാഡർ ഫ്രെയിം സ്ട്രക്ചറിൽ മോണോകോക്ക് ബോഡിയും 4 ഇൻഡിപെൻഡന്റ് സസ്പെൻഷനും ഉൾപ്പെടുത്തിയത് ഈ മോഡൽ മുതലാണ്. ഇതിലാണ് ആദ്യമായി ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് ഗ്രാൻഡ് വിറ്റാരയിൽ ഉൾപ്പെടുത്തിയത്. മോഡ് സെലക്ടിനായി ഡയൽ ടൈപ്പ് സ്വിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ട്രാക്ഷൻ കൺട്രോളും ഇതിലുണ്ടായിരുന്നു. 2014 അഡ്വാൻസ്ഡ് ടെക്നോളജികളോടുകൂടി വിറ്റാര ഇറക്കിയത് പുതിയ ലുക്കിൽ തന്നെയായിരുന്നു. ഇത്തവണ SUV എന്നതിൽ നിന്നും ക്രോസ് ഓവർ എന്നൊരു കാറ്റഗറിയിലേക്ക് മാറി. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന കോമ്പാക്ട് SUV എന്ന് പറയുന്ന സെഗ്മെന്റ്. ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്ന ഓൾ ഗ്രിപ്പ് 4 വീൽ ഡ്രൈവ് ടെക്നോളജി കൊണ്ടുവന്നത് ഈ മോഡൽ മുതലാണ്. ഈ മോഡലിൽ നിന്നും അഡോപ്റ്റ് ചെയ്തതാണ് നമുക്കിവിടെ ലഭ്യമായ വിറ്റാര ബ്രസ. പിന്നെ വരുന്നത് 2015 ഒരു 1.4 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനും 2 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് പെട്രോൾ എഞ്ചിനുമായിട്ടാണ് ഗ്രാൻഡ് വിറ്റാര ഇറക്കിയത്. 2018 13th ആനിവേഴ്സറി എഡിഷനായി ഇറക്കിയ ഗ്രാൻഡ് വിറ്റാര ഗുഡ് ക്വാളിറ്റി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റേഴ്സും ക്രോം പ്ലേറ്റിംഗും പിന്നെ ഒരുപാട് അഡാസ് ഫീച്ചേഴ്സുമായിട്ടാണ് ഇറക്കിയത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 11ാമത്തെ മോഡൽ വിറ്റാരയാണ്. സുസുക്കി 4 വീൽ ഡ്രൈവ് എന്ന ആശയം മുൻനിർത്തി ഇറക്കിയ വാഹനമായതുകൊണ്ടാവാം SUVയിൽ നിന്നും കോമ്പാക്ട് SUVയിലോട്ട് വന്നപ്പോഴും ഓൾ വീൽ ഡ്രൈവ് എന്ന വേരിയന്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോരുന്നത്. കമ്പനി പറഞ്ഞിരിക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഈ താഴെ കാണുന്ന ഈ പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടി വർത്താണോ, അതിനുള്ള സാധനങ്ങൾ ഇതിലുണ്ടോ എന്നുകൂടെ നമുക്കറിയണം. അതിനായി നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. വിറ്റാരയുടെ എത്ര ജനറേഷൻ ഇനി ഇറക്കിയെന്ന് പറഞ്ഞാലും ഒരു ഓൾ വീൽ ഡ്രൈവ് മോഡലെങ്കിലും ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര ഓൾ വീൽ ഡ്രൈവ് ഓൾ ഗ്രിപ്പ് എന്ന ഈ വേരിയന്റ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. 2023 ഏപ്രിൽ 1 ഏറ്റവും പുതിയ മോഡൽ ഇന്ത്യയിലേക്ക് എത്തിയത്. 4345 മില്ലിമീറ്റർ നീളവും 1795 മില്ലിമീറ്റർ വീതിയും 1645 മില്ലിമീറ്റർ ഹൈറ്റുമുള്ള ഈ ഗ്രാൻഡ് വിറ്റാരയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 210 മില്ലിമീറ്റർ ആണ്. 1462 cc വരുന്ന പെട്രോൾ എഞ്ചിനിൽ വിത്ത് റീജനറേറ്റീവ് ബാറ്ററിയോട് കൂടിയ മൈൽഡ് ഹൈബ്രിഡ് മോട്ടറും ഇതിന്റെ കൂടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ഈ വാഹനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന മൈലേജ് 19.38 കിലോമീറ്റർ ആണ്. ഗ്രാൻഡ് വിറ്റാര അത്യാവശ്യം നല്ല ഡീസന്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. 101 bhp ഹോഴ്സ് പവറും 136.8 Nm ടോർക്കും നമുക്ക് ഈ വാഹനം നൽകുന്നുണ്ട്. ഇതിന്റെ സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ട് മാക്ഫേഴ്സൺ സ്ട്രട്ടും റിയറിൽ ടോർസൺ ബീമുമാണ്. ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്ന മോഡലിലൊക്കെ മൾട്ടി ലിങ്ക് ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതിനേക്കാളും ചെലവ് ചുരുങ്ങിയതും എന്നാൽ യാത്രാ സൗകര്യം നല്ല മെച്ചപ്പെട്ടതും ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടോർഷൻ ബീം സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. 1260 കിലോഗ്രാം കെർബ് വെയിറ്റുള്ള ഈ വാഹനത്തെ
പിടിച്ചു നിർത്തുവാനായി യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കും റിയറിലോട്ട് വരുമ്പോൾ സോളിഡ് ഡിസ്ക് ബ്രേക്കുമാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരം അഡ്വാൻസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. 100 കിലോമീറ്റർ സ്പീഡിൽ നിന്നും 0 നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വാഹനം സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് 41.19 മീറ്റർ മാത്രമാണ്. എന്നാൽ 80 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് നമ്മൾ അത് 0 എന്ന് വെച്ചാൽ ഒറ്റ ചവിട്ടിനെ നമ്മൾ നിർത്തുകയാണെങ്കിൽ 26.38 മീറ്റർ ദൂരം മാത്രമേ ഈ വാഹനം നീങ്ങുകയുള്ളൂ. ഗ്രാൻഡ് വിറ്റാരയുടെ കോമ്പറ്റേറ്റേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ടയറുകളിൽ പോലും മേന്മ നമുക്ക് കാണാൻ സാധിക്കും. 17 ഇഞ്ച് അലോയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് ട്യൂബ്ലെസ് റേഡിയൽ ടയറുകളാണ്. ഒരു കട്ട ഓഫ് റോഡിംഗ് വാഹനമല്ലാത്തത് കൊണ്ട് റേഡിയൽ ടയർ എന്തുകൊണ്ടും ഫാർ ബെറ്റർ ഓപ്ഷനാണ്. SUV-യുടേതായിട്ടുള്ള എല്ലാ തലയെടുപ്പും മുഖഭാവവും ഉണ്ടെങ്കിലും തന്നെ കോമ്പാക്ട് SUV കാറ്റഗറിയിലാണ് ഗ്രാൻഡ് വിറ്റാര ഉള്ളത്. ഫ്രണ്ട് ലുക്കിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് മാരുതിയുടെ പ്രീമിയം വാഹനങ്ങൾ മാത്രം കണ്ടുവരുന്ന 3 പീസ് DRL ആണ്. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും അസൈൻ ചെയ്തിരിക്കുന്നത്. 2 DRL-കളെയും ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ വലിയ ഒരു ക്രോം പ്ലേറ്റഡ് ക്രോസ് ബാർ പോയിരിക്കുന്നു. അതിന്റെ സെൻട്രൽ സുസുക്കിയുടെ എംബ്ലം പ്ലേസ് ചെയ്തിരിക്കുന്നു. അതിന്റെ തൊട്ട് താഴെ ന്യൂ ഷേപ്പിലുള്ള ഗ്രില്ല് നമുക്ക് കാണുവാൻ സാധിക്കും. ഗ്രില്ലിനും ക്രോം പ്ലേറ്റിംഗിന്റെ ഒരു ഔട്ടർ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റ് ആണ് ആൽഫ മോഡലിൽ വന്നിരിക്കുന്നത്. ഗ്രില്ലിന് താഴെയായി നമ്പർ പ്ലേറ്റിനുള്ള പ്ലേസും അതിന്റെ താഴെയായി എയർ ഡാമും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റിലെ ഹെഡ്ലൈറ്റിനും നമ്പർ പ്ലേറ്റിനും ഇടയിലായി ടോയ് ഹുക്കിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് ഇന്റഗ്രേറ്റഡ് ORVM ആണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ആൽഫ മോഡൽ ഓൾ വീൽ ഡ്രൈവ് ഓൾ ഗ്രിപ്പ് മോഡലിൽ 360 ഡിഗ്രി ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറ നമുക്ക് ORVM-ന്റെ താഴെ കാണാൻ സാധിക്കും. ബോഡി കളറോട് കൂടിയ ഡോർ ഹാൻഡിലുകളാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. വാഹനം കീലെസ് എൻട്രി ആയതുകൊണ്ട് തന്നെ ഇതിൽ റിക്വസ്റ്റ് സ്വിച്ച് നമുക്ക് കാണാം. പിന്നീട് ഈ വാഹനത്തിന്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാകുന്നത് ആ സീ പില്ലർ ഭാഗത്താണ്. അതിന്റെ ആ ഒരു ഫിനിഷിങ് കാണുവാൻ തന്നെ നല്ല ഒരു അട്രാക്റ്റീവ് ലുക്കാണ്. വണ്ടിയുടെ സൈഡ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ എന്തായാലും ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു സീ പില്ലറിന്റെ അവിടെ നമ്മൾ എന്തായാലും ഒന്ന് സ്റ്റക്ക് ആവും. കാരണം അത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വാഹനത്തിന് ഹൈറ്റ് തോന്നുവാനായി റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. നാരോ റൂഫ് റെയിലാണ് വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഹനത്തിന്റെ സൈഡുകളിൽ നിന്നും ആരംഭിച്ച് വാഹനത്തിന്റെ ബാക്ക് ഫുള്ളായിട്ട് വരുന്ന ഒരു ക്രോസ് ലൈൻ പോലെയാണ് ഇതിന്റെ ടെയിൽ ലാമ്പ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ടെയിൽ ലാമ്പിന്റെ 1ാം യൂണിറ്റ് എന്ന് പറയേണ്ടി വരും. കാരണം ഇതിലെ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും വരുന്നത് മറ്റൊരു യൂണിറ്റാണ്. വളരെ മനോഹരമായ രാത്രിയിൽ നല്ല വിസിബിലിറ്റിയോട് കൂടിയ LED ലൈറ്റ്സ്, നല്ല എലമെന്റ്സ് വെച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. പുറകിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ അലൈൻ ചെയ്തിട്ടുള്ള കുറെ കട്ടിംഗ് ഷേപ്പുകളായിട്ടാണ് നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് കാണുവാൻ സാധിക്കുന്നത്. ബാക്ക് സെൻട്രൽ സുസുക്കിയുടെ എംബ്ലവും അതിന്റെ താഴെ ഗ്രാൻഡ് വിറ്റാര എന്ന ബാഡ്ജിങ് വളരെ വിസിബിൾ ആയിട്ട് തന്നെയാണ് അവർ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ടെയിൽ ലാമ്പ് യൂണിറ്റിന്റെ താഴെ സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊരു ബാഡ്ജിങ് കൂടെ കാണാം. മൈൽഡ് ഹൈബ്രിഡ് വാഹനമായതുകൊണ്ടിട്ടാണ് സ്മാർട്ട് ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ് വന്നിരിക്കുന്നത്. സ്ട്രോങ് ഹൈബ്രിഡും CVTയും കൂടെ ഉള്ള മോഡലിലാണെങ്കിൽ ഹൈബ്രിഡ് എന്ന് തന്നെയാണ് ആ ബാഡ്ജിങ് വരുന്നത്. ഡിക്കി ഡോറിന്റെ റൈറ്റ് സൈഡ് താഴെയായി ഓൾ ഗ്രിപ്പ് എന്നൊരു ബാഡ്ജിങ് നമുക്ക് ഈ വേരിയന്റിൽ കാണാൻ സാധിക്കും. ബാക്കിലെ ബമ്പറിന്റെ താഴെയായി വരുന്ന മെറ്റാലിക് ഫിനിഷിങ്ങോട് കൂടിയ സ്കിഡ് പ്ലേറ്റ് നല്ല സ്ട്രോങ് വാഹനമായിട്ടുള്ള ഫീല് നമുക്ക് തരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആന്റിനയും ബ്രേക്ക് ലൈറ്റ് ഇന്റഗ്രേറ്റഡ് സ്പോയിലറും റിയർ വാഷറും റിയർ വൈപ്പറും ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പോവാം. ഗ്രേപ്പ് കളർ ലെതർ ഫിനിഷും ബ്ലാക്കും കൂടെ ചേർന്ന വളരെ മനോഹരമായൊരു ഇന്റീരിയറാണ് ആൽഫ മോഡലിൽ ഗ്രാൻഡ് വിറ്റാര ഒരുക്കിയിരിക്കുന്നത്. ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെതർ ഫിനിഷോട് കൂടിയുള്ള ഡോർ ഇൻസൈഡാണ്. അതിൽ പിയാനോ ബ്ലാക്കിൽ ക്രമീകരിച്ചിരിക്കുന്ന പവർ വിൻഡോ സ്വിച്ചസും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ORVM-ന്റെ നോബ് നമുക്ക് കാണുവാൻ സാധിക്കും. ഡോർ ഹാൻഡിൽ നൽകിയിട്ടുള്ള ക്രോം പ്ലേറ്റിംഗും അതിന് മുകളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന അലൂമിനിയം എലമെന്റും പ്രീമിയം ഫീൽ തന്നെയാണ് നമുക്ക് തരുന്നത്. 6 വേ മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റും ഇതിന്റെ മറ്റൊരു സവിശേഷത തന്നെയാണ്. ഡാഷിലേക്ക് വരുമ്പോൾ വളരെ മികച്ച രീതിയിലാണ് മാരുതി എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഒട്ടും ഓവറാകാതെയുള്ള ലെതറിന്റെ പ്ലേസിങ്ങും സെൻട്രൽ കൺസോളിന്റെ അലൈൻമെന്റും അതിൽ അലൂമിനിയം ഫിനിഷുള്ള ഒരു പാർട്ടീഷൻ ലെയറും
അതൊക്കെ ഇന്റീരിയറിൽ നല്ലൊരു മികച്ച അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഗ്രാൻഡ് വിറ്റാരയുടെ എല്ലാ മോഡലുകളിലും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പുഷ് ബട്ടണിലാണ് നൽകിയിരിക്കുന്നത്. CVT മോഡൽ സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോൾ ബ്ലൂ കളറിലാണ് അത് വരുന്നത്. നല്ല നൈസ് ലുക്കുള്ള ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള AC വെന്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, ഗ്രില്ലിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഷേപ്പായിട്ടാണ് AC വെന്റ് വന്നിരിക്കുന്നത്. ആൽഫ വേരിയന്റിലെങ്കിലും ഡുവൽ AC മാരുതിക്ക് കൊണ്ടുവരാമായിരുന്നു. അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലോട്ട് വരുമ്പോൾ RPM മീറ്ററും ടാക്കോമീറ്ററും അനലോഗാണ്. എന്നാൽ ഒരു ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ സ്പേസ് ഉണ്ട്. അതിൽ ക്ലോക്ക്, ആവറേജ് സ്പീഡ്, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MT എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ലെതർ കവറിങ്ങോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മൾട്ടിമീഡിയ അഡ്ജസ്റ്റബിൾ സ്വിച്ചും ക്രൂയിസ് കൺട്രോൾ സ്വിച്ചും ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെയായി കോൾ അസിസ്റ്റ് ബട്ടൺസും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വൈപ്പറിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇൻ്റർമിറ്റഡ് വൈപ്പറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയുടെ കാഠിന്യം അനുസരിച്ചിട്ട് നമുക്ക് ഇൻ്റർമിറ്റഡ് മോഡിൻ്റെ ഇൻ്റർവെൽസും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പുഷ് ബട്ടൻ്റെ താഴെയായി ഹെഡ്ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് സ്വിച്ചും ഹിൽ ഡിസെൻറ്റ് സ്വിച്ചും 360 ഡിഗ്രി വ്യൂ ക്യാമിൻ്റെ സ്വിച്ച് നൽകിയിട്ടുള്ളത്. പെട്രോൾ ലിഡ് ഓപ്പണിംഗ് സ്വിച്ചും ബോണറ്റ് ലിഡ് ഓപ്പണറും വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സെൻട്രൽ കൺസോളിൽ വരുന്ന 9-ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, സുസുക്കി കണക്ട് എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ സുസുക്കി കണക്ട് എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വാഹനത്തിൻ്റെ ഹെൽത്ത്, സ്പീഡ്, ട്രിപ്പ് അനലൈസർ, ഡ്രൈവിംഗ് ബിഹേവിയർ, ലൊക്കേഷൻ എന്നിവയെല്ലാം സുസുക്കി കണക്ട് ഉപയോഗിച്ച് ഷെയർ ചെയ്യാൻ സാധിക്കും. റൗണ്ട് ഷേപ്പിൽ വരുന്ന ഹസാർഡ് സ്വിച്ച് പ്ലേസ് ചെയ്തിരിക്കുന്നത് 2 AC വെന്റുകളുടെയും സെൻട്രലായിട്ടാണ്. ഇതൊരു യുണീക്ക് ഡിസൈനാണ്. ഈ മോഡലിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും അവൈലബിൾ ആണ്. AC-യുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റിനും AC ഫാൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റിനും ഉപയോഗിച്ചിരിക്കുന്നത് ടഗിൾ സ്വിച്ചാണ്. അതിൻ്റെ തൊട്ട് താഴെയായി തന്നെ AC-യുടെ ഓപ്ഷൻ സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. ആൽഫ വേരിയൻറ്റിൽ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും വാനിറ്റി മിറർ അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ സുഖകരമായ യാത്ര പ്രദാനം ചെയ്യുന്നതിൽ ഈ സീറ്റുകൾ വഹിക്കുന്ന പങ്ക് ചില്ലറയല്ല. ഡുവൽ ടോണോട് കൂടിയ നല്ല കംഫർട്ട് തരുന്ന, നല്ല കുഷനിങ്ങും നല്ല തൈ സപ്പോർട്ടുമുള്ള സീറ്റുകളാണ് ആൽഫ മോഡലിൽ മാരുതി ഒരുക്കിയിരിക്കുന്നത്. സ്റ്റൈലിഷായ ഒരു ആംറസ്റ്റും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഗിയർ നോബും അതിലെ കവറിങ്ങും വളരെ ക്ലാസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിലും ഒരു അലൂമിനിയം ബീഡിങ് മികച്ച രീതിയിൽ തന്നെയാണ് ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഗിയർ നോബ് ലെതർ ഫിനിഷ് അല്ല. സെൻറ്ററിലെ ഡിജിറ്റൽ റിയർ വ്യൂ മിററിന് മുകളിലായി 2 റീഡിംഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാരയിലെ എടുത്തു പറയേണ്ട ഫീച്ചറിലൊന്നാണ് ഇതിലെ സൺറൂഫ്. കാരണം ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ സൺറൂഫ് ഇറക്കിയിരിക്കുന്നത് ഗ്രാൻഡ് വിറ്റാരയിലാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും സ്പേസിൻ്റെ കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കാതെയാണ് ഗ്രാൻഡ് വിറ്റാരയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നിലെ 3 യാത്രക്കാർക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിൻസീറ്റിൽ ചൈൽഡ് സീറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നല്ല പവർഫുൾ റിയർ AC വെൻ്റാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ 2 USB ചാർജിംഗ് പോർട്ടുകളും കൊടുത്തിരിക്കുന്നു. ബാക്ക് ഡോറുകളുടെ ഉൾവശത്തും മുൻപിലത്തെ പോലെ തന്നെ അതേ ലെതർ ഫിനിഷിങ്ങും പിയാനോ ബ്ലാക്ക് എലമെൻറ്റുകളും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾ വീൽ ഡ്രൈവ് മോഡലായതുകൊണ്ട് തന്നെ മോഡ് സെലക്ഷന് വേണ്ടിയിട്ട് ഒരു റോട്ടറി സ്വിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ലോക്ക് ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നിലെ യാത്രക്കാർക്കായി 2 റീഡിംഗ് ലാമ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിൽ ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ബ്രേക്ക് അസിസ്റ്റ് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചതുകൊണ്ട് തന്നെ ഈ വാഹനം കോർണറിംഗ് സമയത്തും വളരെ സ്റ്റേബിൾ ആയിരിക്കും. ബോഡി റോളിംഗ് ഇല്ലാതാക്കുവാനും ഇത് സഹായിക്കുന്നു. അത്ര നല്ല കോർണർ എടുത്തിട്ട് പോലും അറിയുന്നില്ല. ഓൾ വീൽ ഡ്രൈവ് നല്ല റോഡുമായിട്ട് നല്ല ഗ്രിപ്പായിട്ടാണ് കിടക്കുന്നത്. ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനമായതുകൊണ്ടും ട്രാക്ഷൻ കൺട്രോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും ചെളി നിറഞ്ഞതും മഞ്ഞുള്ളമായ പ്രദേശമായാലും യാതൊരു ടെൻഷനുമില്ലാതെ വളരെ സ്മൂത്തായി ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വേരിയൻ്റായ സിഗ്മയും ടോപ്പ് എൻഡായ നമ്മുടെ കയ്യിലുള്ള ആൽഫ ഓൾ വീൽ ഡ്രൈവും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓൺ റോഡ് പ്രൈസിങ് വരുമ്പോൾ ഏകദേശം 7,43,000 രൂപയോളം സിഗ്മ വേരിയന്റിനെക്കാട്ടി ആൽഫക്ക് കൂടുതലാണ്. എക്സ് ഷോറൂം പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 6,10,000 രൂപയുടെ വ്യത്യാസമേ ഈ 2 മോഡലുകളും തമ്മിലുള്ളൂ. ഇപ്പോൾ ഓണമായതുകൊണ്ട് എല്ലാ കമ്പനിക്കാരും ഷോറൂമുകളിൽ നല്ല ഓഫറുകൾ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ
പുതിയ വാഹനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഷോറൂമുകളിൽ പോയി നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം നിങ്ങൾ തിരഞ്ഞെടുക്കുക. പോപ്പുലർ മാരുതിയിലെ ഓഫറുകൾ അറിയാനും മറ്റ് എൻക്വയറീസിനുമായി താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.